എപ്പിസോഡിൽ ഞാനുള്ളത് എൻ്റെ കൂടെ കോളേജിൽ 2001 മുതൽ 2005 വരെ നമ്മുടെ എഞ്ചിനീയറിങ്ങിന് കൂടെ പഠിച്ചാണ്. ഇതാ റജീന ഉണ്ട് എൻ്റെ കൂടെ. റജീനയും പിന്നെ 3 കുട്ടികളും ബെഗിനും കൊല്ലത്താണ്. അപ്പോൾ അതിന് നമ്മൾ അതിനുശേഷം ദുബായിൽ നിന്ന് കണ്ടതാണ് അല്ലേ? അപ്പോൾ പിന്നെ ഇവരുടെ വീട്ടിലാണ് ഇന്ന് ഇവിടെ. എൻ്റെ കുക്കിംഗ് അല്ല കേട്ടോ, ഇന്ന് റജീനൻ്റെ കുക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് പിന്നെ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ബെഗിന് ചെയ്യുന്നത് പിന്നെ ഖത്തറിൽ ദുബായിലൊക്കെ ബിസിനസ് ഉണ്ട്. അതുപോലെ തന്നെ കൊല്ലത്ത് ഇപ്പോൾ പുതിയൊരു പരിപാടി തുടങ്ങുന്നുണ്ട്, വണ്ടിയുടെ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഹോൾസെയിൽ അല്ലേ? ഓക്കെ, അടുത്ത മാസം ഉദ്ഘാടനം. ഓക്കെ ഓക്കെ. അപ്പൊ അതിൽ നമുക്ക് കാണാം എങ്ങനെയെന്നല്ലേ. അതിന്റെ പേരെന്താ തുടങ്ങുന്നത്? ഓതറൈസ്ഡ് സർവീസ് സെന്റർ ആണോ? പോഷന്റെ അല്ലേ? ആ ശരി. ആ അപ്പൊ ഓക്കെ, നമുക്ക് എന്നാ അകത്തേക്ക് പോവാം അല്ലേ? പിന്നെ ഈ കാണുന്ന ബെഗിന്റെ ഫാദറാണ്, പിന്നെ മമ്മിയാണ്. ഇതും അതുപോലെ തന്നെ റെജീനയുടെ ഫാദറാണ്, റെജീനയുടെ മമ്മി. ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ വീട്? ആ സിസ്റ്റർ, ബെഗിന്റെ സിസ്റ്റർ ആണ്. ആ മദറിനില്ല. ഇവിടെ അടുത്ത് തന്നെയാണ് ഇവര്, അടുത്ത് തന്നെ അല്ലേ? നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. ആ ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് അകത്തേക്ക് പോകാം അല്ലേ? ബാക്കി പാർട്ട് എല്ലാരും ചുറ്റിരുന്നില്ല പോലെ. അപ്പൊ ഇവിടെ കേറി വരുമ്പോ തന്നെ ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. പിന്നെ എന്റെയും വൈഫിന്റെയും ആനിവേഴ്സറി ആണ്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ആനിവേഴ്സറി ആണ്. അപ്പോ ഒരു കേക്കൊക്കെ ഇവരുടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. എല്ലാവരും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യാം. അതാ ഓക്കെ. അത് കൈവക്കി ആർക്ക് ആദ്യം ഫസ്റ്റ് കൊടുക്കുന്നുള്ളൂ. എല്ലാരും കൂടി ഒരുമിച്ചെടുത്ത് കഴിക്കുന്നേ നല്ലത്. ഞാൻ കൊടുക്കാം. എന്നാ നീന്നാ വേണ്ടേ? എന്താ നീ ബേഗ് എടുത്തിനല്ലോ കൊറേ. എന്നാ ഇവിടെ അങ്ങോട്ട് ആക്കിയുള്ള രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോ. അനൂഷ്. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള കുക്കിംഗ് പാർട്ടിലേക്ക് പോവാം അല്ലെ? എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല ബീഫ് പൊരിയൽ അല്ലെ? പിന്നെ ഞണ്ട് തേങ്ങാക്കറി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൊഞ്ച് റോസ്റ്റ്, പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ സൂപ്പ് കറി മീനിന്റെ അല്ലെ? മീൻ സൂപ്പ്. അപ്പൊ പിന്നെ അതിന്റെ അതൊക്കെ ചോറൊക്കെ കൂടിയിട്ട് എല്ലാം കൂടി. അപ്പൊ ഓക്കെ, കുശാൽ ലഞ്ചാണ്. ഞാൻ കുക്ക് ചെയ്യുന്നില്ല, ഞാൻ ഇന്ന് ഫ്രീ ആണ്. ക്യാമറ വുമൺ അവര് തമ്മിൽ ഹാൻഡിൽ ചെയ്തോളും, ഞാൻ കൂടെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അല്ലെ? അപ്പൊ ഇതിന്റെ പിന്നെ ഇതാ ഞാൻ മീറ്റ് കാണിച്ചു തരാം. 2 കിലോ അല്ലേ? ഇത് ഇങ്ങനെ തന്നെ ബോൺലെസ് ആയിട്ട് എടുക്കണം. കൊഴുപ്പില്ലാത്ത. പിന്നെ ഇതിന്റെ നിങ്ങളുടെ ഇവിടുത്തെ കൊല്ലത്തെ അച്ചായന്മാരെ സ്പെഷ്യലാണ് അല്ലെ? ബീഫ് പൊരിയൽ. ഇത് അതാണ് പേര്. ശരി, ബീഫ് കൊണ്ടേ ഇത് ചെയ്യാൻ നമ്മുടെ ഇവിടെ അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ എടുത്തത് 2 കിലോ അല്ലെ? അതെ, 2 കിലോ. ഈ ഒരു സൈസിൽ തന്നെ സ്ലൈസ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഇതാ സ്ലൈസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം ഈ രീതിയിൽ. കണ്ടില്ലേ? ഫാറ്റ് ഇല്ലാത്ത പീസ് അല്ലേ? ഓക്കെ. അപ്പൊ റജീന കുക്കിംഗ് തുടങ്ങാല്ലേ? കുക്കറിലേക്ക് ഇത് ഇടാം, മീറ്റ് ഇടാം അല്ലേ? ഇനി ഇതില് ആവശ്യത്തിനുള്ള ഉപ്പ് അല്ലേ? ഉപ്പ്. ക്യാമറയുടെ മുന്നിലേക്ക് കൈ പോവാതെ നമുക്ക് മിക്സ് ചെയ്യാം. മഞ്ഞപ്പൊടി എത്ര ഇടുന്നേ? കുറച്ച്. കാര്യം നമ്മൾ മസാലയിൽ ബാക്കി 2 കിലോന് ഏകദേശം ഒരു 1/2 ടീസ്പൂണിന്റെ കണക്ക് അല്ലേ? അതെ. ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ഇപ്പൊ വേവിക്കുന്നത്? അല്ല, കുറച്ച് ഗരം മസാല കുറച്ച്. അത് മേശം ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ട്. അതെ. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പെപ്പർ. ഫ്രഷ് തന്നെ യൂസ് ചെയ്യാം. അതെ അതെ. പാക്കറ്റ് പൊടികളല്ലാതെ നമുക്ക് ഫ്രഷ് കുരുമുളക് ഉണ്ടെങ്കിൽ അരച്ച് ചേർക്കുകയും ചെയ്യാം. ഇത്രയും സാധനം ഇട്ടിട്ടാണ് ഇതിലേക്ക് ഒരു നാരങ്ങ 2 കിലോന് ഏകദേശം ഒരു നാരങ്ങ. അതെ, ഒരു ലെമൺ സ്ക്വീസ് ചെയ്ത് ഇടാം.
ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നു അല്ലേ ചതച്ചത്? ഇഞ്ചി ഏകദേശം ഒരു നുള്ളുള്ള ഒരു ഇഞ്ച് കഷ്ണവും പിന്നെ ഒരു 6-7 വെളുത്തുള്ളി. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അല്ലേ? റെജിന് വെച്ചത് പറഞ്ഞോ. നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് എത്ര ടൈമിംഗ് എത്ര വരുന്നു? ഒരു 20-25 മിനിറ്റ്സ്. 20-25 മിനിറ്റ്സ് അല്ലേ? ഒരു മീഡിയം ഫ്ലെയിം. ഓക്കെ. കുക്കറിൽ അവിടുന്ന് വേകുന്ന സമയത്ത് ബാക്കി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് ക്രഷ് ചെയ്യാം. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് എന്നുവെച്ചാൽ 2 കിലോന് 2 മുഴുവൻ ഹോൾ അല്ലെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ഏകദേശം ഒരു 2.5-3 ഇഞ്ച് നീളത്തിലുള്ളത്, രണ്ടും കൂടെ ഒരുമിച്ച് നല്ല ക്രഷ് ചെയ്തെടുക്കാം. വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ ഈ രീതിയിൽ ഇതാ കണ്ടില്ല, നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അതിനടുത്തത് നമ്മള് പിന്നെ ഉള്ളി അല്ലെ, ചെറിയ ഉള്ളി. ഇനി ചെറിയ ഉള്ളി ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിൽ. 200 ഗ്രാം ഉണ്ട് അല്ലേ? ഇത് 200 ഗ്രാം. ഇത് മിക്സിയിൽ നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയും ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ പിന്നെ ചെറിയ ഉള്ളി ചതച്ചത് കണ്ടില്ല, ഇത് നന്നായി ചതച്ചെടുക്കുന്നല്ലേ? ഈ രീതിയിൽ ചതച്ചത്. വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഉള്ളത് ഒരു ഹാൻഡ്ഫുള്ള് മല്ലി, പിന്നെ ഒരു ഹാൻഡ്ഫുള്ള് പുതിന, പിന്നെ 10 പച്ചമുളക്. 2 കിലോന്റെ കണക്കാണിത്. നല്ല നീളമുള്ള പച്ചമുളക്. നല്ല എരിവ് അതിനനുസരിച്ച് ഓരോരാൾ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഇത് 3ഉം കൂടെ ഒരുമിച്ച് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ല, നന്നായി അരച്ചെടുത്തിന് കേട്ടോ. എന്നുവെച്ചാൽ മല്ലിയും പുതിനയും പിന്നെ പച്ചമുളകും കൂടെ ഇതേ രീതിയിൽ തന്നെ അരച്ചെടുക്കുക. ക്രഷ് അല്ല, വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാതെ. നമുക്ക് അടുത്ത കുക്കിംഗ് തുടങ്ങാം അല്ലേ? അതിലേക്ക് ഇപ്പൊ എന്താ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്? ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഇനി അതിലേക്ക് എന്താ എണ്ണ ചൂടായി, ചെറിയ ഉള്ളി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം അല്ലേ? ഓക്കെ. അത് നന്നായിട്ട് വഴറ്റല്ലേ? ഈ ചെറുള്ളി നന്നായി വഴറ്റണം. വഴറ്റിട്ട് അടുത്ത ഇൻഗ്രീഡിയന്റ് കയറുന്നുള്ളൂ അല്ലേ? ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അല്ലെ? നന്നായിട്ട് ഇളക്കി ഇരിക്കണം. ഇത് നന്നായി മൂത്ത് വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചത് അല്ലേ? ഓക്കെ. അതും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കുറച്ചുകൂടെ എണ്ണ വേണം കേട്ടോ. വെളിച്ചെണ്ണയാണ്, കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ആദ്യമേ കുറച്ച് മുകളിലോട്ട് വേണം. അപ്പൊ അത് നന്നായി മൂത്ത് വന്നാല് പിന്നെ നമുക്ക് നമ്മുടെ മല്ലി പുതിന പേസ്റ്റ് ഇടാം. പച്ചമുളകും കൂടെ ഉള്ള അല്ലേ? ആ 3ഉം കൂടിയുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്യാം അല്ലേ? നല്ല മൂത്ത് വരണം. ആ പച്ചമുളകിന്റെ ഇതൊക്കെ വരണം, മാറണം. പച്ചമണം എല്ലാം മാറി നല്ല മൂക്കണം. അപ്പൊ ഇത് നന്നായി മൂത്ത് വന്നാൽ ഒരു സ്പ്ലിറ്റ് വരുന്നുണ്ട്. ആ സ്പ്ലിറ്റ് വരുമ്പോൾ നമ്മുടെ ഇത് സംഭവം റെഡി എന്നുള്ളതാണ് അല്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അല്ലേ? ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇപ്പൊ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ ആണ്. ഈ ഒരു 2 കിലോ അളവിന് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ട് 2-3 ആയാലും കുഴപ്പമില്ല. നന്നായിട്ട് ഇതിലേക്ക് വേണം അല്ലേ? നമ്മള് വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ലല്ലോ. നന്നായി. അപ്പൊ നന്നായി മിക്സ് ആയി വന്നാല് പിന്നെ കുരുമുളക് പൊടി അല്ലെ? 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഗരം മസാല 1 ടീസ്പൂൺ അല്ലെ? മിക്സ് ഓരോ പാർട്ടാണ്. ഓരോന്ന് ഇടുന്നോറും മിക്സ് ചെയ്യാം, എന്നിട്ട് അടുത്ത് ഇടാം. അതേപോലെ തന്നെ ചെയ്യണം. ഇതും മിക്സ് ചെയ്യാം, നന്നായി മിക്സ് ചെയ്യാം. ഇത് ബീഫ് നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ടൈമിങ് അരമണിക്കൂർ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയാലും മതി. അപ്പോൾ ഈ രീതിയിൽ കേട്ടോ ബീഫിന്റെ എത്രത്തോളം ഇത് തിക്നെസ് പോലെ ഇരിക്കും. ഇനി നമുക്ക് ഇതിന്റെ വെള്ളം അതിലേക്ക് ഒഴിക്കണം. ഇത് കണ്ടില്ല, മസാലയിലിട്ട് നന്നായി മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആ വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇപ്പോൾ ആ വെള്ളം ഒഴിക്കും. കണ്ട് ആ സ്പ്ലിറ്റായി വന്നില്ല, എന്നിട്ട് മാത്രമേ ഇത് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിലേക്ക് ആ വെള്ളം മാത്രം ബീഫില്ല, വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം എന്ത് ചെയ്തു, ഫ്ലെയിം നന്നായി കൂട്ടി വെച്ചു എന്ന് പറഞ്ഞാൽ അത് ടൈറ്റായി വറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മാത്രമേ നമ്മൾ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യുള്ളൂ. ഇത് നന്നായി ഇങ്ങനെ നല്ല ടൈറ്റായി വന്നാൽ മാത്രമേ ബീഫ് ഇടുള്ളൂ അല്ലേ? നല്ല മൂത്ത് നല്ല വറ്റിയിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം അല്ലേ? ഓക്കെ. 1 by 1 ആയിട്ട് ഇങ്ങനെ ബീഫ് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മസാല നല്ല ടൈറ്റിൽ എടുത്തിട്ട് ഇത് ബീഫ് ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ ബീഫിലേക്ക് നന്നായി മിക്സ് ചെയ്യാം അല്ലേ?
നല്ല മിക്സ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിന്റെ കൂടെ ഒന്ന് ടൈറ്റ് ആയി വരണം. അതെ. അപ്പോൾ ഈ ബീഫ് നല്ല ടൈറ്റായി വന്നാൽ മാത്രം, നല്ല ടൈറ്റായി എല്ലാം കോട്ട് ചെയ്ത് വന്നാൽ മാത്രം നമ്മൾ പെരിഞ്ചീരകം അല്ലേ, ഫെനൽ സീഡ് പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. അതപ്പോൾ ലാസ്റ്റാണ് കേട്ടോ, ഏറ്റവും ലാസ്റ്റ് അത് ഇടുന്നത്. അതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കറിവേപ്പില. അതാ ബാക്കിൽ നിന്ന് വിളിച്ചു പറയുന്നിട്ടില്ല, നല്ല മണം വരുന്നുണ്ട്. പ്ലേറ്റ് ചെയ്യാം അല്ലേ. പ്ലേറ്റ് ചെയ്യുന്നതിലും പ്രത്യേകത ഉണ്ട്. എന്താ പറഞ്ഞാൽ 2 ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ കയറും. കണ്ടില്ല, ഇതാ നല്ല ടൈറ്റായിട്ട് റോസ്റ്റായിട്ട് വന്ന ബീഫിൽ ഇങ്ങനെ ഒട്ടിക്കെടുക്കണം ആ മസാല. അതാണ് ആ മസാലയാണ്, പിന്നെ ബീഫിന്റെ കട്ടിങ്ങും. ഇത് രണ്ടുമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ. അതെ അതെ, നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത്. അച്ചായന്മാരെ സ്പെഷ്യൽ ഐറ്റം ആണ്, മിസ്സാക്കണ്ട. കിടില ഐറ്റം ആണ്. ബീഫിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇവിടെ അങ്ങനെയാണ്, പൊരിയൽ എന്ന് പറഞ്ഞാലേ ബീഫാണ്. ഓക്കെ. ഇത് ചോറും കൂടി ശരിക്കും എനിക്ക് എന്റെ താല്പര്യം ഇത് എന്തെങ്കിലും ബ്രെഡ് ഐറ്റംസ്. അതെ, ഇത് അപ്പം, ബ്രെഡ്, ചപ്പാത്തി, പൊറോട്ട എന്തിനു കൂടെ കറിയൊന്നും വേണ്ട. ഇപ്പൊ നമ്മള് ചോറിന്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കുന്നത്. ബാക്കി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. 2 അതുപോലെ തന്നെ ചെമ്മീൻ അല്ലെ, പിന്നെ ഒരു സൂപ്പ് കറി അല്ലെ, ഞങ്ങളുടെ നാട് സ്പെഷ്യൽ സൂപ്പ് കറി. ഓക്കെ, അതൊക്കെ കഴിക്കാം. ഇനി ഇതിന്റെ ടോപ്പിലേക്ക് നമ്മൾ 2 ഇൻഗ്രീഡിയന്റ് കയറും പറഞ്ഞാൽ ഫ്രൈഡ് ഒനിയൻ. സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫ്രൈഡ് ഒനിയൻ ഇതിന്റെ ടോപ്പിലേക്ക് ഫുള്ളായി കയറും. അപ്പോൾ അതിന്റെ ഒരു മധുരവും കൂടെ ഇതിന്റെ കൂടെ വരും. ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് നിങ്ങൾ ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കുക. അത് നന്നായിട്ട് ഇട്ട് കൊടുക്കണം അല്ലേ. പിന്നെ കുറച്ച് കാഷ്യൂം റോസ്റ്റ് ചെയ്ത കാഷ്യൂ. ഒരു ബിരിയാണി, ദമ്മ് ബിരിയാണി കൊണ്ടുവച്ച ഒരു എഫക്റ്റായി അല്ലേ റെജിന? ഞാൻ ആദ്യമായിട്ടാ റെജിന എന്റെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇനി കഴിക്കുന്ന ടേബിളിലേക്ക് എടുക്കാം. ഒരുപാട് ഡിഷസ് ട്രൈ ചെയ്യാനുണ്ട്. ആണോ? ഓക്കെ, ശരി. ഇത് റെജിന ഇത് ചെയ്ത സൂപ്പ് കറി അല്ലേ, കണമ്പ് സൂപ്പ് കറി. പിന്നെ ഇത് തവ ഫ്രൈ, കൊഞ്ച് തവ ഫ്രൈ റോസ്റ്റ്. ഇത് നമ്മുടെ ആ ബീഫ് അല്ലെ, ഇപ്പൊ ചെയ്ത ബീഫ് പൊരിയല്. പിന്നെ ചോറ്, കപ്പ, പിന്നെ ഇതാ ഞണ്ട്. അടിപൊളി ഞണ്ട് കേട്ടോ. ഏതാ സാധനം, നല്ല സൈസ്. എടുത്ത് ഒപ്പിച്ചത് കിട്ടും അല്ലേ. ഓക്കെ, ഇത് പുഴനണ്ടായിരിക്കും. കായൽ. നിങ്ങളുടെ നമ്മളവിടെ കായൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും തിരിയണമെന്നില്ല. ഓക്കെ, നമുക്കിതൊന്ന് കഴിക്കുന്ന പാർട്ടിലേക്ക് പോവാം. എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ബീഫിന്റെ സെപ്പറേറ്റ് മാത്രം കറിയൊന്നും കൂട്ടാതെ, എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കൂട്ടാതെ അതിന്റെ മാത്രം ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ആ ഉള്ളി ഫ്രൈ ചെയ്തതും. പക്ഷെ ഇത് എന്തായാലും റിവ്യൂ ഞാൻ തന്നെ പറയണല്ലോ, കഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതല്ല അല്ലേ റെജിന? ബീഫിൻ്റെ നല്ല വേവാണ്. പിന്നെ ആ മസാല മൂപ്പിച്ചുകൊണ്ടെന്നില്ലേ, ആ മൂപ്പിച്ചതിന് അവിടെ നിന്ന് ഓരോ 1 by 1 പ്രോസസ്സ് ടേസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ ക്യാമറയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവരോട്. ഇതിങ്ങനെ ഓരോന്ന് മൂപ്പിച്ച് മല്ലിപ്പൊടി ഇട്ടു, അത് നന്നായി മിക്സ് ചെയ്ത് മൂപ്പിച്ചു. എന്നിട്ട് അടുത്ത പൊടി ഇട്ടു, എന്നിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചു. ബീഫിൻ്റെ വെള്ളം ഒഴിച്ചു, എന്നിട്ട് അത് ഒഴിച്ചിട്ട് മൂപ്പിച്ചു. ഇപ്പോൾ കുറേ പ്രോസസ്സ് ചെയ്ത് വരുന്ന ഒരു സാധനം അല്ലേ, നല്ല അടിപൊളി സാധനം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് ബ്രെഡ് ഐറ്റംസിന്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം. അപ്പോൾ നിങ്ങളെല്ലാവരും ചോറിന്റെ കൂടെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നല്ലേ? അപ്പത്തിൻ്റെ കൂടെയും കഴിക്കും അല്ലേ? നല്ല സാധനം, അടിപൊളി. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു രീതി ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നല്ല അതിൻ്റെ കൂടെ ഫ്രൈഡ് ഒനിയനും കാഷ്യൂം കൂടെ വരുമ്പോൾ ഒരു റിച്ച് ലുക്കായി സാധനം. പിന്നെ ഇത് നിങ്ങളെ ആ സൂപ്പ് കറി അല്ലേ, സൂപ്പ് കറി. ഒരു മിനിറ്റ്, ഇതാ കുറച്ച് കറി മാത്രം ഒന്ന് വെച്ചോ. അത് മാലാൻ എന്നുവെച്ചാൽ കണവ, ചെറിയ കണമ്പ്. അല്ല അബ്ബ ഇത് അന്വേഷണം വേണ്ട അബ്ബ തിന്ന. അന്വേഷണിതാ. ഇതും അപ്പത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ പറ്റും. ചോറിന്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കും. ഫിഷ് മോളിന്റെ വേറൊരു രൂപം. പക്ഷെ മോളിയല്ല പക്ഷെ ഗ്രേവി അല്ലേ, ഇത് കുറച്ച് ലൈറ്റ്. രണ്ടും നല്ല വറുത്തരച്ച് വെച്ചതെന്ന് നല്ല കറി, തേങ്ങ കറി. നല്ല ഇറച്ചിയുള്ള രണ്ടാട്ടോ. പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊക്കെ. നല്ല അടിപൊളി ഫുഡ്, അടിപൊളി ട്രീറ്റ്. കുറെ കാലങ്ങൾക്ക് ശേഷം പിന്നെ ഒന്ന് കണ്ടുമുട്ടിയതാ ഒരു കോളേജ് ഫ്രണ്ടിന്. ചെമ്മീനും അതുപോലെ തന്നെ. ചെമ്മീൻ നേരത്തെ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇവരോട്. എന്നുവെച്ചാൽ ടൈമിങ്, ചെമ്മീനിൽ എപ്പോഴും ടൈമിങ് വേണം കുക്കിങ്ങിന്. നല്ല തവ ഫ്രൈ ചെയ്യുമ്പോൾ
അപ്പം എല്ലാം അടിപൊളി ഒരു സീ ഫുഡ് അതിൻ്റെ കൂടെ ഒരു ബീഫും കൂടെ. അപ്പം എല്ലാവർക്കും ഇതാ ഇത് ക്യാമറ നേരത്തെ കണ്ടിട്ടില്ല, ഞാൻ പറയാനും വിട്ടുപോയി, ഫുള്ള് സംസാരത്തിലായിപ്പോയി. നമ്മൾ പിന്നെ അനിയനെയും കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അനിയൻ ഇവിടെ പിന്നെ ബെഗിന് നല്ല പരിചയമുണ്ട് മുമ്പ് അല്ലേ. അപ്പൊ നമുക്ക് ബബായി പറയാം എല്ലാവരും. അതാ ചാനല്. താങ്ക് യു വെരി മച്ച് റെജിന, സർപ്രൈസ് തന്നതിന്. ഏതിന് കേക്ക്. വെൽക്കം. അപ്പൊ എല്ലാവരോടും ബബായ്.